വീണ്ടും യുദ്ധഭൂമിയായി ഗാസ. ഇസ്രയേൽ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 400 കടന്നു. 600-ലധികം പേർക്ക് പരിക്ക്. ഹമാസ് നേതാവും ഗാസ ഉപ ആഭ്യന്തരമന്ത്രിയുമായ മഹ്മൂദ് അബു വഫയടക്കം 4 മുതിർന്ന ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഹമാസുമായുള്ള രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ആക്രമണമെന്ന് ഇസ്രയേൽ. ആക്രമണത്തിന് മുൻപ് യുഎസുമായി കൂടിയാലോചന നടന്നതായി വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു. ജനുവരി 19-ന് ആദ്യഘട്ട വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്ന് പുലർച്ചെയുണ്ടായത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന സമാധാന ചർച്ച ഫലം കാണാതെ പിരിഞ്ഞതിനു പിന്നാലെയാണ് ആക്രമണം. മധ്യ ഗാസയിലെ ദേർ അൽ ബലായിലെ വീടുകൾക്ക് നേരെയും ഗാസ സിറ്റിയിലെയും ഖാൻ യൂനിസിലെയും റഫയിലെയും കെട്ടിടങ്ങൾക്കു നേരെയുമാണ് ആക്രമണമുണ്ടായത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയരുകയാണ്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഗാസ ഉപ ആഭ്യന്തരമന്ത്രി കൂടിയായ മഹ്മൂദ് അബു വഫ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകാതിരുന്ന ഇസ്രായേൽ ആദ്യഘട്ട വെടിനിർത്തൽ നീട്ടാനാണ് ഹമാസിനോട് ആവശ്യപ്പെട്ടത്. ഈ നിർദ്ദേശം ഹമാസ് തള്ളിയതോടെയാണ് രണ്ടാം ഘട്ട ചർച്ചകൾ വഴിമുട്ടിയത്. ഇതിനു പിന്നാലെ ഇസ്രായേലും ഹമാസും മധ്യസ്ഥ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നെങ്കിലും ഈ ചർച്ചകൾ ഫലം കണ്ടിരുന്നില്ല. US നിർദ്ദേശം ഹമാസ് നിരസിച്ചതിനെ തുടർന്നാണ് ഗാസയിൽ വ്യോമാക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചത്. എന്നാൽ ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും ഇതിന്റെ ഉത്തരവാദിത്തം നെതന്യാഹുവിനാണെന്നും ഹമാസ് പ്രതികരിച്ചു. ബന്ദികളുടെ വിധി അനിശ്ചിതത്വത്തിലാകുന്ന സ്ഥിതിവിശേഷമാണ് ഇസ്രായേൽ സൃഷ്ടിക്കുന്നതെന്നും ഹമാസ് പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.